ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യ മൂന്നാമത്തെ T20 വേൾഡ് കപ്പ് ട്രോഫി തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ ടൂർണമെൻറ്റിൽ ഇതുവരെ ഒരു രാജ്യവും കൺസിക്യൂട്ടീവായിട്ട് ട്രോഫി നേടിയിട്ടില്ല. ഒരു രാജ്യവും ഒരു ഹോസ്റ്റ് കൺട്രി ട്രോഫി അടിച്ചിട്ടില്ല. ഒരു രാജ്യവും തേർഡ് ടൈം മൂന്നാമത്തെ തവണ ട്രോഫി അടിച്ചിട്ടില്ല. അതുപോലെ അഹമ്മദാബാദിൽ ഇന്ത്യക്ക് ഫൈനൽ ശാപം എല്ലാം ഇതാ കാറ്റിൽ പറത്തിയേക്കാണ്. എല്ലാം കാറ്റിൽ പറത്തി ഒരു വമ്പം വിജയം തന്നെ. ഫൈനലി ന്യൂസിലാൻഡ് ഇല്ലാതാക്കി. സ്റ്റേഡിയത്തിൽ കളി കണ്ടുകൊണ്ടിരുന്ന 1.5 ലക്ഷം കാണികളും ലോകമെമ്പാടുള്ള കോടിക്കണക്കിന് ആരാധകരും ഗാലറിയിൽ ഇരിക്കുന്ന സെലിബ്രിറ്റീസും VIP-കളും അടക്കം സാക്ഷാൽ MS ധോണിയും രോഹിത് ശർമ്മയും കപിൽ ദേവിനെ ഒക്കെ സാക്ഷികളാക്കിയതാ സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ മൂന്നാമത്തെ T20 കിരീടം അങ്ങനെ വാനിലേക്ക് എടുത്തുയർത്തുവാണ്. വാട്ട് എ മൊമെന്റ് എന്ന് തന്നെ പറയാം. ഒരു കിഡിലൻ ത്രില്ലർ മത്സരമൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇന്ത്യ വളരെ മികച്ച രീതി തന്നെയാണ് കളിച്ചേക്കുന്നത്. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും 255 എന്ന് പറഞ്ഞിട്ട് കൂറ്റൻ സ്കോർ. ഫസ്റ്റ് ഇന്നിങ്സിൽ ടോസ് പോയപ്പോൾ തന്നെ നമ്മൾ ടോസ് പോയി, ചേസിങ്ങിന് അഡ്വാൻറ്റേജ് ആണ്, ഒരു പ്രശ്നമില്ല, നല്ല കിഡിലൻ സ്റ്റാർട്ട്. അഭിഷേക് ഫൈനൽ മത്സരത്തിൽ തൻ്റെ പീക്ക് ഫോമിൽ തന്നെ അഭിഷേക് ബാറ്റ് ചെയ്തു. 18 ബോളിൽ നിന്ന് 50. ഈ ടൂർണമെൻറ്റിൽ തന്നെ ഫാസ്റ്റസ്റ്റ് 50ആണ്. 2 മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഫോം ആകാൻ പറ്റിയുള്ളൂ. പക്ഷേ കിട്ടിയ അവസരം അദ്ദേഹം യൂസാക്കി, അദ്ദേഹം ടച്ചിലായി, അദ്ദേഹം ഫാസ്റ്റസ്റ്റ് 50. ജേക്കബ് ഡഫിൻ വേൾഡ് നമ്പർ 1 ODI ബോളറാണ് അദ്ദേഹം നിലംപരിശാക്കിയേക്കുന്നത്. ആദ്യത്തെ 2 ഓവറിൽ വെറും 12 റൺസ് മാത്രം വന്നിട്ടുള്ള കളിയിൽ അടുത്ത 4 ഓവറിൽ 20 റൺസ് വെച്ചിട്ടാണ് വന്നത്. 80 റൺസാണ് അടുത്ത 4 ഓവറിൽ അടിച്ചു കൂട്ടുന്നത്. പവർ പ്ലേ 92 റൺസാണ് ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ. ഒരു ഭാഗത്ത് സഞ്ജു സാംസൺ വേറെ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അഭിഷേക് ശർമ്മനെ കത്തിക്കേറി വരുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ തുടക്കം അഭിഷേക് ശർമ്മ ഹാൻഡിൽ ചെയ്തോളും സഞ്ജുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സഞ്ജുവിൻ്റെ അവസരമായിരുന്നു, സഞ്ജുവിൻ്റെ ഊഴമായിരുന്നു. കോടിക്കണക്കിന് മലയാളികൾ കാത്തിരുന്ന നിമിഷം ഒരു ICC വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഒരു മലയാളി ഇതാ ഇന്ത്യയെ തോളിലേറ്റി ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇഷൻ കിഷൻ കൂടി ചേർന്നതോടെ പിന്നീട് അങ്ങോട്ട് വെടിക്കെട്ടിൻ്റെ വിസ്ഫോടനമായിരുന്നു. രണ്ടുപേരും ചേർന്ന് 2-ാം വിക്കറ്റിൽ 100 റൺസിൻ്റെ മുകളിലുള്ളൊരു വമ്പം പാർട്ട്ണർഷിപ്പ്. ഇന്ത്യ അപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നു എന്ന് തന്നെ പറയാം. 15 ഓവറിൽ ഇന്ത്യ 200 കടക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് അവസാന ഓവറിൽ ശിവം ദൂബയുടെ വെടിക്കെട്ടൂടെ ആയപ്പോൾ 255 എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള വമ്പൻ സ്കോർ. പിന്നീട് ഫിന്നലും സൈഫേർട്ടും എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ കാണിച്ചാൽ മാത്രമാണ് ശക്തമായ ഇന്ത്യൻ ബോളിംഗ് നിരക്കെതിരെ ന്യൂസിലാൻഡിന് ഒരു വിജയം കുതിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതും തുടക്കത്തിൽ തന്നെ അക്സർ പട്ടേലിനെ പവർ പ്ലേയിൽ എറിയിച്ച സൂര്യകുമാർ യാദവിൻ്റെ ബ്രില്യൻ മൂവിൽ ഫിന്നലൻ പുറത്താവുകയാണ്. പിന്നീട് അങ്ങോട്ടെല്ലാം ചടങ്ങ് തീർക്കാൻ മാത്രം. ബുംറയുടെ ഫസ്റ്റ് ബോൾ തന്നെ ഒരു സ്ലോ ഓവർ പിക്ക് ചെയ്യാനായിട്ട് റിച്ചിൻ രവീന്ദ്രയ്ക്ക് പറ്റുന്നില്ല. ഇഷൻ കിഷൻ ഒരു സ്റ്റണ്ണർ കാച്ചിൽ റിച്ചിൻ രവീന്ദ്ര പുറത്താവുന്നു. പിന്നീട് അങ്ങോട്ട് വരുൺ ചക്രവർത്തി, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേലും ന്യൂസിലാൻഡിൻ്റെ മിഡിൽ ഓർഡറിനെ സിമ്പിളായിട്ട് തകർക്കുകയാണ്. അവസാനം ബുംറ വീണ്ടും വരുന്നു. ന്യൂസിലാൻഡിലെ ലോവർ ഓർഡറിനെ ക്ലീൻ സ്വീപ്പ് ചെയ്യുന്നു. കളി ഇന്ത്യക്ക് സ്വന്തമാവുന്നു. അങ്ങനെ 96 റൺസിൻ്റെ കൂറ്റൻ വിജയമായി ഇന്ത്യ മൂന്നാമത്തെ തവണ ഇതാ T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ ഫാക്ട്സും എല്ലാ മിത്തും എല്ലാ ഈ നെഗറ്റീവായിട്ടുള്ള നമുക്ക് ഒരുപാട് സംഭവം ഉണ്ടല്ലേ. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ ഇതുവരെ T20 വേൾഡ് കപ്പിൽ ജയിച്ചിട്ടില്ല. ജയിച്ചു, ഇന്നത്തെ മത്സരത്തോട് ജയിച്ചു, ഫൈനലിൽ ജയിച്ചു, അഹമ്മദാബാദിൽ ഫൈനലിൽ ജയിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചൊരു ക്ലീൻ വിജയം തന്നെയായിരുന്നു. ക്യാപ്റ്റനായിട്ടും കോച്ചായിട്ടും പ്ലെയറായിട്ടും ഒക്കെ ഫൈനൽ കളിച്ചിട്ട് ഗംഭീർ ഇതുവരെ തോറ്റിട്ടില്ല എന്നുള്ള റെക്കോർഡ് അദ്ദേഹം നിലനിർത്തി. എന്തായാലും രോഹിത് ശർമ്മയ്ക്ക് MS ധോണിക്കൊക്കെ ശേഷം ഇതാ സൂര്യകുമാർ യാദവ് വീണ്ടും T20 വേൾഡ് കപ്പ് കിരീടം നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ നായകനായിട്ട് മാറിയേക്കാണ്. മത്സരത്തിലെ ഒരു ബ്രില്യൻ സ്പെല്ല്. 4 ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളെടുത്ത ബുംറയാണ് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആരാണെന്നല്ലേ. അതായത് ടൂർണമെൻറ്റിൻ്റെ 80% മത്സരങ്ങളും കഴിഞ്ഞപ്പോൾ ടൂർണമെൻറ്റിൻ്റെ പിക്ചറിൽ പോലും ഇല്ലാതിരുന്ന ഒരാൾ ഫൈനൽ മത്സരം കഴിഞ്ഞപ്പോൾ ടൂർണമെൻറ്റിൻ്റെ മികച്ച താരമായിട്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മറ്റാരുമല്ല, സാക്ഷാൽ സഞ്ജു വിശ്വനാഥ് സാംസൺ. അതെ, ഈ T20 വേൾഡ് കപ്പിൻ്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു മലയാളിയാണ്. അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം വെറും 5 മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ 50, ഏറ്റവും കൂടുതൽ 4, 6, ബെസ്റ്റ് ആവറേജ്, ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്, അങ്ങനെ എല്ലാം വെറും 5 മത്സരങ്ങൾ കൊണ്ട് സ്വന്തം പേരിലാക്കുവാണ് സഞ്ജു സാംസൺ. വിരാട് കോഹ്ലി റെക്കോർഡ് മറികടന്ന് ഒരു T20 വേൾഡ് കപ്പ് എഡീഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടുന്ന താരമായിട്ട് മറികടന്നിരിക്കുന്നത് സാക്ഷാൽ വിരാട് കോഹ്ലിയാണെന്ന് കൂടി ചിന്തിക്കണം. എന്തായാലും ഈ വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ പുറത്തിരുന്ന താരം ടൂർണമെൻറ്റ് കഴിയുമ്പോൾ ആ എൻ്റയർ ടൂർണമെൻറ്റ് തന്നെ തൻ്റെ പേരിലാക്കി മാറ്റുന്ന അത്യപൂർവമായ കാഴ്ച. ലോകത്ത് ഒരു സ്പോർട്സ് മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂർണമെൻറ്റിൽ ഇത്തരത്തിലൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഈ ലോകകപ്പ് ടൂർണമെൻറ്റ് ഒരു സിനിമയാണെങ്കിൽ അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു മലയാളിയാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കുക, ലോകകപ്പ് ടൂർണമെൻറ്റ് തൊട്ട് മുമ്പുള്ള ന്യൂസിലാൻഡ് സീരീസ്, അതിൽ അവസാനത്തെ മത്സരം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. ആ മത്സരത്തിൽ സഞ്ജു സാംസൺ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. അന്ന് FB ആളുകൾ കണ്ട ട്രോൾ പോസ്റ്റുകളിൽ ഞാൻ ഇപ്പോഴും വായിച്ച ഒരു വാചകം ഓർക്കുന്നു: ഹാപ്പി റിട്ടയർമെൻറ്റ് സഞ്ജു, ഇന്നായിരുന്നു നിങ്ങളുടെ റിട്ടയർമെൻറ്റ് മാച്ച്, ഇനി ഇതിന് ശേഷം നിങ്ങൾക്കൊരു മത്സരം ലഭിക്കില്ല. കാരണം ഇഷാൻ കിഷൻ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു, അഭിഷേക് ശർമ്മ 1 ഫോമിലാണ്. ഇനി ഓപ്പണിംഗ് സ്ലോട്ടിൽ തങ്ങൾക്ക് കാര്യമായ റോൾ ഇനി ചെയ്യാനില്ല, വേൾഡ് കപ്പിൽ ബെഞ്ചിരുന്ന് തീർക്കാം, അതിനുശേഷം വരുന്ന ടീമിൽ താൻ ഉണ്ടാവില്ല എന്ന നിലയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടതായിട്ട് ഓർക്കുന്നു. വേൾഡ് കപ്പിൽ ആദ്യത്തെ മത്സരങ്ങളിൽ ചാൻസ് കിട്ടുന്നില്ല. പിന്നീട് അഭിഷേക് ശർമ്മ ഫോമിലോട്ട് എത്താതെ അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ചത് മൂലം ഒരു മത്സരത്തിൽ അവസരം കിട്ടുന്നു. ഒരു ക്വിക്ക് ഫയർ ഇന്നിങ്സ് കളിച്ച് അദ്ദേഹം പുറത്താകുന്നു. പിന്നീട് ദക്ഷിണാഫ്രിക്കയോട്
അവരോട് വേണം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ T20 വേൾഡ് കപ്പ് കിരീടത്തിന് ആദ്യം നന്ദി പറയേണ്ടത് ദക്ഷിണാഫ്രിക്കയോട് തന്നെയാണ്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ തോൽക്കുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മത്സരം വരെയാണ് ഇന്ത്യ അവിടെ തോൽക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി. ഇന്ത്യയുടെ എല്ലാ വീക്ക്നെസ്സുകളും എക്സ്പോസ് ആവുന്നു. ഇന്ത്യയുടെ ടോപ്പ് 3യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണ് അതിൽ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് സ്വന്തം ടീം തന്നെ തിരിച്ചറിയുന്നു. അവിടെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇതാ സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസനെ കൊണ്ടുവരികയാണ്. അങ്ങനെ സഞ്ജു സാംസൺ ആദ്യമായിട്ട് ഈ ടൂർണമെൻറ്റിൽ ഒരു പെർമനൻറ്റ് പൊസിഷനിൽ ഓപ്പണറായിട്ട് കളിക്കുന്നു. ഇതിനു മുമ്പ് കളിച്ചത് നമീബിയക്കെതിരെ അഭിഷേക് ശർമ്മയുടെ പകരക്കാരനായിട്ടാണെങ്കിൽ സിംബാബ്വെക്കെതിരെയുള്ള ക്രൂഷ്യൽ മാച്ചിൽ സഞ്ജു സാംസൺ ആയിരുന്നു ആ റോളിൽ ആദ്യം തന്നെ, അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് സ്പോട്ടായിട്ട് വരുന്നു. ആ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഒരു ക്വിക്ക് ഫയർ ഇന്നിങ്സ് കളിച്ച് ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് നൽകുന്നു. ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ആ മത്സരത്തിലാണ് വന്നത്. അങ്ങനെ സഞ്ജുവും അഭിഷേകും കൂടി ബാക്കിയുള്ള മത്സരങ്ങളിൽ ഓപ്പണിംഗ് ഇറങ്ങുന്നു. അങ്ങനെ സൂപ്പർ 8ലെ മത്സരം എത്തുന്നു. ക്രൂഷ്യലായിട്ടുള്ള മത്സരം, വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം. അടുത്തത് വെസ്റ്റ് ഇൻഡീസുമായി സൂപ്പർ 8ലെ അവസാന മത്സരം. ജയിച്ചു കഴിഞ്ഞാൽ സെമിയിലേക്ക് എത്താം, തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരവുമില്ല, പുറത്തേക്ക് തന്നെ. അങ്ങനെ ഒരു ഡു ഓർ ഡൈ മത്സരം. വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്യുന്നു, 190 മുകളിലുള്ള ഒരു ബ്രില്യൻ സ്കോർ നേടുന്നു. നല്ലൊരു ഇന്നിങ്സ് കളിച്ചാൽ തന്നെ തനിക്ക് ടീമിൽ സ്ഥിരമായിട്ടുള്ളൊരു ചാൻസ് കിട്ടുമെന്ന് ഒരുപാട് മത്സരങ്ങൾ, ഏത് മത്സരം കളിക്കുമ്പോഴും സഞ്ജുവിന് അറിയാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു മികച്ച ഇന്നിങ്സാണ് താൻ കളിക്കുന്നതെങ്കിൽ തൻ്റെ ടീമിലെ സ്ഥാനം കുറേ കാലം സുരക്ഷിതമായിട്ടിരിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അവസരത്തിനൊത്ത് അദ്ദേഹം ഉയർന്നു. സ്വന്തം ടീമിനെ വിജയതീരത്ത് അദ്ദേഹം എത്തിക്കുകയാണ്. 97 റൺസാണ് അദ്ദേഹം ആ മത്സരത്തിൽ എടുക്കുന്നത്. അങ്ങനെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി സഞ്ജു ഇല്ലാതെ ഇന്ത്യക്ക് സെമിയിലും ഫൈനലിലും ഇറങ്ങാൻ സാധിക്കില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിക്കുന്നു. അങ്ങനെ സഞ്ജു ഇന്ത്യയുടെ ഒരു പെർമനൻ്റ് ഓപ്ഷനായിട്ട് മാറുന്നു. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു. പതിവ് ശൈലിയിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ സഞ്ജു തുടങ്ങുന്നു. അഭിഷേക് ശർമ്മയോടൊപ്പം വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇഷൻ കിഷനുമായിട്ടും തിലക് വർമ്മയായിട്ടും ഹർദിക് പാണ്ഡ്യയായിട്ടും എല്ലാം മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു. സെൽഫ്ലെസ് ആയിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു. ഇന്ത്യക്ക് മുൻപ് കേരളത്തിന് മാത്രം കിട്ടിയ സപ്പോർട്ട് പിന്നീട് തമിഴ്നാടും കടന്ന് നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സഞ്ജുവിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. എവരി വൺ വാണ്ട് സഞ്ജു ഇൻ ദ ടീം. സഞ്ജു ടീമിൽ കളിക്കണം, ടീമിന് വേണ്ടി കളിക്കണം എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. അങ്ങനെ സെമിയിലെ പ്രകടനത്തിൻ്റെ പുറത്ത് അദ്ദേഹം വീണ്ടും പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് വരുന്നു. ഫൈനലിൽ ഇതാ മറ്റൊരു മികച്ച ഇന്നിങ്സ്. ടീം 255 എടുത്തെങ്കിൽ അതിൽ സഞ്ജു കൊടുത്ത ആ ഒരു ഓപ്പണിംഗ് സ്റ്റാർട്ട് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മത്സരം കണ്ടവർക്കറിയാം. അങ്ങനെ ഇതാ ടൂർണമെൻറ്റ് അവസാനിക്കുമ്പോൾ ടൂർണമെൻറ്റിലെ മികച്ച താരമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതിനു മുമ്പ് ആ നേട്ടം കൈവരിച്ചിരിക്കുന്നത് സാക്ഷാൽ ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്കും ജസ്പ്രീത് ബുംറയ്ക്കും ശേഷം പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആവുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരൻ. അങ്ങനെ അനവധി നേട്ടങ്ങൾ സഞ്ജു മത്സരത്തോടെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന ഇന്ത്യക്കാരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. വെറും 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. സഞ്ജുവിൻ്റെ 6 ഹീറ്റിംഗ്, പവർ ഹിറ്റിംഗ് എബിലിറ്റി ഒക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് വാനോളം പുകഴ്ത്തുകയാണ് കമൻറ്റേറ്റേഴ്സ്. എന്തായാലും ഈ ഒരു വേൾഡ് കപ്പ് തന്നെ സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയാണ് അദ്ദേഹം. എന്തായാലും സഞ്ജുവിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു ജേണി എന്ന് പറയുന്നത് തീർത്തും മോട്ടിവേറ്റിംഗ് ആണ്. അത് സ്പോർട്സിൽ മാത്രമല്ല, നമ്മൾ ലൈഫിൽ എന്തൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകണം, നമുക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഈ ഒരു സഞ്ജുവിൻ്റെ ഈ ഒരു ജേണി ഇൻസ്പയറിംഗ് തന്നെയായിരിക്കും. ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും നമുക്ക് അവസരങ്ങൾ ലഭിക്കും, ഇനി അവസരങ്ങൾ വരാനുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് അവസരങ്ങൾ കിട്ടും, അവസരങ്ങൾ എത്തിപ്പിടിക്കുക, അതിനുശേഷം അത് വിനിയോഗിക്കുക നല്ല രീതിയിൽ. എന്തായാലും ഒരു നാൾ വിജയം നമുക്കും ഉണ്ടാവും. എന്തായാലും സഞ്ജു സാംസണിൻ്റെ ഈ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കി ഇന്ത്യൻ പ്ലേയേഴ്സിനൊന്നും നമ്മൾ മറക്കുന്നില്ല. ശിവം ദുബെ പോലത്തെ ഒരു ക്ലച്ച് പ്ലെയറെ ഇന്ത്യ ഇത്രയും കാലം ടീമിലെടുക്കാൻ വൈകിയത് തന്നെയാണ് ഏറ്റവും ഒരു സങ്കടകരമായ വിഷയം. എന്താ പോലും ബിഗ് മാച്ചസിൽ എങ്ങനെ അദ്ദേഹം ഇത്രയും ഒരു പ്രഷർ ഇല്ലാതെ പെർഫോം ചെയ്യുന്നത് ഇന്നും അത്ഭുതമാണ്. CSKയ്ക്ക് വേണ്ടിയുള്ള ഫൈനലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യ കപ്പ് ഫൈനലായിക്കോട്ടെ, 2024 വേൾഡ് കപ്പ് ഫൈനലായിക്കോട്ടെ, ഈ ഒരു ഫൈനലായിക്കോട്ടെ, നോക്കൗട്ട് മാച്ചസിൽ യാതൊരു പ്രഷറും ഇല്ലാതെ പന്തിനെ അടിച്ചകറ്റുന്ന ശിവം ദുബെയുടെ ഒരു ബ്രില്യൻറ്റ് ഇന്നിങ്സ് ഇന്നും നമ്മൾ കണ്ടു. സച്ച് എ ഗ്രേറ്റ് പ്ലെയർ, സച്ച് എ ബിഗ് മാച്ച് പ്ലെയർ. യഥാർത്ഥ ഒരു ക്ലച്ച് ഇന്നിങ്സ് തന്നെ ഇന്നും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏറ്റവും വിഷമമുള്ള കാര്യം സൂര്യകുമാർ യാദവിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസിലുമാണ്. കാരണം അദ്ദേഹം ടൂർണമെൻറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേകിനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരണോ, കിഷനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരണോ, ഇവരാരും മാറ്റേണ്ടി വരില്ല, മിക്കവാറും സൂര്യകുമാർ യാദവ് തന്നെ മാറിക്കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു പുവർ പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ബിഗ് മാച്ചസിൽ. അദ്ദേഹത്തിൻ്റെ ഏഷ്യ കപ്പിലും കഴിഞ്ഞ വേൾഡ് കപ്പിലും T20 വേൾഡ് കപ്പിലും ODI വേൾഡ് കപ്പിലൊക്കെ ഇങ്ങനെ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ദിവസം, ഇന്നത്തെ മത്സരം ഇന്ത്യൻ പ്ലേയേഴ്സിനും ഈ സഞ്ജു സാംസണും ഒക്കെ ആഘോഷിക്കാനുള്ളതാണ്, അവരെ പറ്റി നല്ലത് മാത്രം പറയാനുള്ളതാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും നമ്മൾ ബാക്കി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല ലൈക്കൊക്കെ തന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, എന്നാലും നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ കളി കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തെ വീഡിയോ ആണ്, അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.